സജീഷ് നമ്മളെയൊക്കെ പോലെ അങ്ങനെ മിമിക്രിയിൽ നിന്ന് വന്നല്ല അതിങ്ങനെ അനുകരിച്ച് വരുന്ന ഒരാളല്ല. സജീഷ് തന്നെത്താനെ ഒരു സ്റ്റാൻഡപ്പിന്റെ വഴികളിൽ അത്തരത്തിലുള്ള തമാശകൾ ചെയ്യുന്ന പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതൊരു വളരെ ഒറ്റപ്പെട്ട വഴിയാണ്. അതാണ് പ്രശ്നം. നമുക്ക് എപ്പോഴും ആൾക്കൂട്ടമുള്ള വഴിയിൽ നമുക്കൊന്ന് ടയർ പഞ്ചറായ വേറൊരു വണ്ടി കൈ കാണിക്കാൻ വരാത്ത വഴിയാണ് സജീഷ് ഈ മേഖലയിലേക്ക് വരും. ഇപ്പൊ കുറെ ആളുകൾ നമ്മുടെ പരിപാടിയിലൂടെയും അല്ലാതെയൊക്കെ വരുന്നുണ്ടെങ്കിലും സജീഷ് വളരെ ഒറ്റയാനായി യാത്ര ചെയ്തിട്ടുള്ള ഒരു മേഖലയാണത്. എന്തൊക്കെയുണ്ട് സജീഷ് വിശേഷങ്ങൾ? വളരെ സന്തോഷം. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം പോലുള്ള ഈ ഒരു പരിപാടിയിലുള്ള കുറേ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊരു വളരെ പോസിറ്റീവാണ്. സജീഷ് എന്തോ കുട്ടനല്ലൂർക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഓരോ പരിപാടികൾ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് സജീഷ്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒരു പബ്ലിക്കിന് മുന്നിൽ ഒരു ഷോ ചെയ്തു. ചെന്നൈയിലായിരുന്നു. ഒരു 300 പേരുടെ മുമ്പിലാണ് പ്രോഗ്രാം ചെയ്തത്. അത് വലിയ വിജയമായി. ഷാജി ചേട്ടനായിട്ട് വളരെ മുമ്പൊരു ബന്ധമുണ്ട്. കാരണം ആൾക്കറിയില്ല, ആളെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് കുറെ കാലം മുമ്പ്. അത് തിരിച്ചു ചെയ്യണം സജീഷ്. അത് അങ്ങനെ ഒരാള് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അതും കൊണ്ടുകൊണ്ട് പോകേണ്ട കാര്യം എന്താ ഇരിക്കുന്നത്? അല്ല ഷാജി അല്ല ചെയ്യരുതായിരുന്നു. അതൊക്കെ വളരെ മോശമാണ്. നീ അവനെ നല്ല വാക്കാന്ന് എനിക്കറിയാം. അപ്പോ വീടിനടുത്തൊരു പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ അന്ന് നിങ്ങളുടെ പ്രോഗ്രാം അവിടെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് എന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു 1000 പേരെങ്കിലും ഉണ്ടാവും. വലിയ ക്ലബിന്റെ പരിപാടിയാണ്. അപ്പൊ ആദ്യം നിങ്ങളുടെ പരിപാടിക്ക് മുമ്പ് ഞാനാണ് വന്നത്. ഞാനൊരു 15 മിനിറ്റ് പ്രോഗ്രാം ചെയ്തു. 15 മിനിറ്റും കൂവലായിരുന്നു. ഞാനത് നിരാശനായിട്ട് ഒരു കരഞ്ഞില്ല എന്നുള്ളൂ. വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാജി ബ്രോ എൻ്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറെ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിലും വലുതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഹൈവേയിലൂടെയാണ് 2 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എനിക്കുള്ളൊരു പ്രചോദനം താങ്കളുടെ ആ വാക്കുകളായിരുന്നു. ഞാനൊരു പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് ആദ്യം നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂലയ്ക്കുന്നൊരു 5-6 പേര് എനിക്ക് ഇന്നിവിടെ ഇവർ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 6 എന്നുള്ളത് 10 20 ആ ഓഡിറ്റോറിയത്തിന്റെ പകുതിയോളം ആൾക്കാർ അവർ ചില സ്ഥലത്ത് വേണ്ടായി കാണണമെന്ന് പറയും. ചില സ്ഥലത്ത് ആളുകൾ തമ്മിലൊരു ഐക്യം. അവർക്ക് ഇതിനേക്കാളും നല്ല എന്റർടൈൻമെന്റ് കിട്ടുന്നത് ഈ ആവേപ്പിനകത്താ. ഞാൻ കുറച്ചു നേരം നിർത്തി വേറെ വഴിക്കൊക്കെ യാത്ര ചെയ്ത് സ്പീഡിൽ സംസാരിച്ചിട്ട് ഞാൻ കടകടകടകടകടാന്ന് സംസാരിക്കുന്നതായിട്ടുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് പറയാൻ പറ്റിയില്ല ഇവന്മാർക്ക്. ഞാനൊരു 2-3 മിനിറ്റ് നിർത്താതെ പരപരപരപരാന്ന് പറഞ്ഞ് അത് കയ്യടിയാക്കി മാറ്റി. ആ കയ്യടിക്ക് ശേഷം ഞാൻ അവരോട് ഈ പ്രശ്നം സംസാരിച്ച് പോന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കഴിയാൻ നമുക്ക് പിന്നെ അരമണിക്കൂർ പരിപാടിയായിട്ട് പോയവൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ പരിപാടി നിർത്തി നന്ദി നമസ്കാരം കഴിഞ്ഞ് പോരാൻ മാത്രമേ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ചു നിൽക്കണം നമ്മള്. സജീഷിന് എന്തെങ്കിലും ഒരു ചെറിയ പെർഫോമൻസ് ഞങ്ങൾക്ക് കണ്ടാൽ തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതുവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കോമഡി എക്സ്ട്രാ ആഡ് ചെയ്യും. അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലേക്ക് കോമഡി ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കോമഡി അല്ല ആഡ് ചെയ്യുന്നത്, വേറെ ചില കാര്യങ്ങളാണ്. ചില മുട്ടൻ ചില വാക്കുകളാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ തെറിയുടെ ഒരു അതിപ്രസരം ഉണ്ടെന്നൊരു വിമർശനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. എൻ്റെ തൃശ്ശൂരുള്ള ഒരു സുഹൃത്തുണ്ട്, അവിടെ ഒരു ബുദ്ധിജീവിയാണ്. ഞാൻ ആളോട് ചോദിച്ചു, ഈ തെറി എന്ന് പറഞ്ഞ വാക്ക് അതിനൊന്ന് വിശദീകരിക്കാമോ? തെറിയല്ലേ? തെറി ഞാൻ പറയാം. തെറി എന്ന് പറഞ്ഞാൽ അത്യധികം ക്രോധം വരുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവനെ വധിക്കാൻ കഴിയാത്ത നിസ്സഹായതയിൽ ഉള്ളിൽ നിന്നും അഗ്നിരൂപേണെ പുറത്തേക്ക് വരുന്ന ഹിംസാത്മക വാക്കുകളുടെ പ്രവാഹത്തെ അപരന്റെ കുടുംബാംഗങ്ങളുടെ നാമധേയത്തിൽ അവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഗുപ്തവും ഗോപ്യവുമായി മറച്ചു വെച്ചിരിക്കുന്ന അവയവങ്ങളുടെ നാമധേയത്തിൽ അഭിസംബോധന ചെയ്യുന്ന മഹാപോക്രിത്തരത്തെയാണ് തെറി എന്ന് പറയുന്നത് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മലയാളി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോയി. ചന്ദ്രനിലെത്തിയിട്ട് കാലുകുത്തി ഇറങ്ങിയിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഓല മേഞ്ഞ ചായക്കടയാണ്. ഒരു പഴക്കുല തൂങ്ങിയാടുന്നു, ആവി പറക്കുന്ന പുട്ടുണ്ട്, ഒരു വെള്ള ബനിയനൊക്കെ ഇട്ടൊരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് മലയാളിയെ ചന്ദ്രേട്ടൻ ഇങ്ങനെ ചായ അടിക്കണം. നീൽ ആംസ്ട്രോങ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഇത് പഴയൊരു കഥയാണ്. അപ്പൊ ഇതിന്റെ ഒരു തുടർക്കഥയുണ്ട്. ഈ 2 മാസം മുമ്പ് നീൽ ആംസ്ട്രോങ്ങിന്റെ കൊച്ചുമകൻ ജൂനിയർ ആംസ്ട്രോങ് അദ്ദേഹം നേരെ വെച്ച് പിടിച്ചു ചന്ദ്രനിലേക്ക്. ചന്ദ്രനിലെത്തി കാലുകുത്തി ഇറങ്ങി ആ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് മാറ്റി അവിടെ ഭദ്രാക്കി വെച്ചിട്ട് കണ്ണു തുറന്നു. അപ്പൊ കണ്ടത് ഒരു ഹൈടെക് റെസ്റ്റോറന്റ് ആണ് കാണപ്പെട്ടത്. അതിന്റെ സൈഡിൽ ഇവിടെയായിട്ട് ഒരു എന്താ പറയാ, ഒരു പല്ലില് പാൻബ്രാക്കിന്റെ കറിയൊക്കെ ആയിട്ട് ഒരു വരയൻ ബനിയനൊക്കെ ആയിട്ട് ഒരു ബംഗാളിൽ നിന്ന് ഇങ്ങനെ ചായ അടിക്കാൻ. ബംഗാളിയോട് ചോദിച്ചു, മിസ്റ്റർ ഇത് ആരുടെ ചായക്കടയാണ്? ഇത് മലയാളിയായ ചന്ദ്രേട്ടന്റെ ചായക്കടയാണ്. മിസ്റ്റർ ചന്ദ്രനെ ഒന്ന് മീറ്റ് ചെയ്യണം. അത് പറ്റില്ല. അതെന്താ? ചന്ദ്രേട്ടൻ ചൊവ്വയിൽ ഒരു ചായക്കട തുടങ്ങാൻ പോയിരിക്കുകയാണ്. ചന്ദ്രേട്ടൻ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ ഒരു ചായക്കട തുടങ്ങുക എന്നുള്ള സതുദ്ദേശവുമായി അദ്ദേഹത്തിന്റെ പ്രയാണം ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിന് അത് പറ്റും. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു മലയാളിയാണ്. മലയാളി ഇല്ലാത്ത സ്ഥലമില്ല.
അമേരിക്കയിലും അരൂക്കുറ്റിയിലും അന്റാർട്ടിക്കയിലും എവിടെ പോയാലും മലയാളിയുണ്ട്. നമ്മൾ അമേരിക്കൻ ജംഗ്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി. അമേരിക്ക പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അവസരം വരട്ടെ. അതെ. അപ്പോൾ അമേരിക്കയിൽ പോയി നമ്മൾ ഇറങ്ങുമ്പോൾ മനോഹരമായ വൈറ്റ് ഹൗസ് നമ്മൾ കാണുന്നു. വൈറ്റ് ഹൗസിൻ്റെ അപ്പോൾ മലയാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അവസരം ഒപ്പിക്കുക എന്നുള്ളതാണ്. ഒപ്പിക്കാൻ മിടുക്കന്മാരാണ്. അങ്ങനെ നമ്മൾ വൈറ്റ് ഹൗസിനകത്തേക്ക് കയറേണ്ട അവസരം ഒപ്പിച്ചു. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വൈറ്റ് ഹൗസിൻ്റെ വൈറ്റ് ചുമരൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കാണുകയാണ് വൈറ്റ് ഹൗസിൻ്റെ മനോഹരമായ വൈറ്റ് ചുമരിൽ വൈറ്റ് സിമെന്റ് പൂശി നിൽക്കുന്ന ഒരു മലയാളിയെ കാണാം. ജോ ബൈഡേട്ടനെ കാണാൻ വന്നതാ. ജോ ബൈഡേട്ടൻ മുടക്കേട്ടാ എന്താ വന്നേ എന്ന് ചോദിക്കും. അപ്പൊ അതാണ് മലയാളി. മലയാളിയുടെ മറ്റൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മക്കൾ ട്രെൻഡാണ്. തമിഴിലൊക്കെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ മക്കളാണ്, സ്വന്തം മക്കളാണ്. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഞാനൊരു നടനാണെങ്കിൽ എൻ്റെ മകൻ നടനാണ്, ഞാൻ രാഷ്ട്രീയ നേതാവാണെങ്കിൽ മകൻ രാഷ്ട്രീയ നേതാവാണ്. അതാണ് ഒരു ട്രെൻഡ്. അപ്പം അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ വളരെ കുലപതിയായിട്ടുള്ളൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ മകനെ രാഷ്ട്രീയത്തിലെ 19ാമത്തെ അടവ് പഠിപ്പിക്കുകയാണ്. 18 അടവും പഠിപ്പിച്ച് കഴിഞ്ഞു. പെർഫെക്റ്റ് ഓക്കെയാണ്. ഒരു പറമ്പിലാണ് ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് അച്ഛൻ മകനെ വിളിച്ചു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറും. അച്ഛൻ്റെ വാക്ക് കേട്ട് മകൻ മരത്തിൻ്റെ മുകളിൽ ഒരു വിധത്തിൽ കയറി ഇങ്ങനെ. ഇനി ഒരു കാര്യം ചെയ്യൂ, കണ്ണടച്ചുകൊണ്ട് ആ പിടി അങ്ങ് വിട്ടേക്ക്. പേടിക്കണ്ട അച്ഛനല്ലേ ഇവിടെ, അച്ഛൻ ചാടി പിടിക്കാം കേട്ടോ. റെഡി 1 2 3. അച്ഛൻ്റെ വാക്ക് കേട്ട് മകൻ ചാടി. മോനെ ഇതാണ് രാഷ്ട്രീയത്തിലെ 19ാമത്തെ അടവ്. രാഷ്ട്രീയത്തിൽ സ്വന്തം തന്തയുടെ വാക്ക് പോലും മേലിൽ വിശ്വസിക്കരുത് കേട്ടോ. സജീഷ്, ഞാൻ പറഞ്ഞില്ല, ഒറ്റപ്പെട്ട വഴികളിൽ തന്നെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഷോസ് ചെയ്യുന്ന ആളാണ്. ഒറ്റയ്ക്ക് നിന്നൊരു 1.5 മണിക്കൂർ കണ്ണും പൂട്ടി ഒരു സദസ്സിനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് സജീഷ്. അത് തന്നെയാണ് സജീഷിൻ്റെ ഒരു മിടുക്കും. സജീഷ് പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ഏരിയകളാണ് സജീഷിന് കിട്ടുന്നെങ്കിൽ സജീഷ് കുറച്ചുകൂടെ മേളാങ്കിക്കും. അവിടെ കിടന്നിട്ടാണ് അവിടെയാണ് സജീഷിൻ്റെ പരിപാടികൾ. സജീഷ് അങ്ങനെ കുറേ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ സജീഷ് ഇരുന്ന കുഞ്ഞു കുഞ്ഞു പോസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ തട്ടി നോക്കുമ്പോൾ കാണാറുണ്ട്. ഗംഭീര ഒരു സംഭവം നടന്നാൽ അതിനെപ്പറ്റി വളരെ നമ്മൾ ആരും കാണാത്തൊരു വീക്ഷണകോണിലൂടെ അത് കണ്ട് അതിനെപ്പറ്റി ഒരു 5 മിനിറ്റിൻ്റെ ഒരു ചെറിയ പരിപാടി ചെയ്ത് അപ്പം അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ സജീഷ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പരിപാടിയിൽ വന്നതിൽ താങ്ക് യു.